ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അഭി വന്നു, കാര്യങ്ങളെല്ലാം ഹണി റോസിനോട് പറഞ്ഞു. അങ്ങനെ ഹണി റോസ് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്. പക്ഷേ മറ്റൊരു സംഭവം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നടന്നു. ഇതുവരെയും നകുലനോ അല്ലെങ്കിൽ ഇന്ദ്രജയ്ക്കോ അറിയത്തില്ല അഭി എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു സത്യം. എന്നാൽ ആ വിവരങ്ങൾ ഇന്ന് അവർ തിരിച്ചറിയുകയും അതിൻ്റെ കൂടെ അഭിയും നകുലനും കൂടി ചേർന്ന് ചെറുതായിട്ടൊന്ന് ഏറ്റുമുട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചു. രാധാമണിയുടെയും തമ്പിയുടെയും കേസ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കേസിൽ രാധാമണിക്ക് ജയിക്കാനായിട്ടുള്ള ഒരു സുപ്രധാന തെളിവുമായിട്ട് ഇന്ന് നിരഞ്ജനയുടെ മുന്നിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സത്യങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞു. ഹണി റോസിനോട് അഭി പറഞ്ഞു ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോണം എന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളെല്ലാം ധാരണയിലെത്തി ഹണി റോസ് ഇറങ്ങി പോവുകയാണ്. എന്നാൽ ആ സമയത്ത് ഹണി പോകുന്നതിന് മുന്നേ എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ നീ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നിബന്ധന വേണമല്ലോ. എന്താണ് നീ നിബന്ധന വെച്ചത്, അല്ലെങ്കിൽ നിന്നോട് എന്താണ് അഭി പറഞ്ഞത് എന്ന് ചോദിക്കുകയും എന്നാൽ അത് പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നോട് പറയേണ്ട കാര്യമില്ല എന്നാണ് അപർണയോട് ഹണി റോസ് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന അപർണ ഹണി റോസിൻ്റെ കരണം പൊട്ടിച്ചൊരു അടി കൊടുത്തു. ഇനി നീ മിണ്ടാതെ നിന്നില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ മറ്റു കരണവും കൂടി ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഹണി തിരിച്ചൊന്നും ചെയ്തില്ല. പക്ഷേ നീ ഇപ്പോൾ എന്നെ ഈ അപമാനിച്ചതിന് നിനക്ക് ഞാൻ ശിക്ഷ തന്നിരിക്കും എന്ന് ഒരു വെല്ലുവിളി നടത്തിയിട്ട് തന്നെയാണ് ഹണി റോസ് പോയത്. അമലും പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചിരുന്നോ, നിൻ്റെ അച്ഛൻ ജാനിയേട്ടത്തിയെ പിന്നിൽ നിന്ന് കൊല്ലാനായിട്ട് ശ്രമിച്ചതുപോലെയല്ല ഹണി റോസ് മുന്നിൽ വന്ന് ആയിരിക്കും നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹണി റോസിന് ഇനിയും പണി കൊടുക്കാനായിട്ടും ആ കുടുംബത്തെ തകർക്കാനായിട്ടും അവസരങ്ങൾ കാത്തിരിക്കുകയാണ് അപർണ. എന്നാൽ അഭി നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്ദ്രജയും നകുലനും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരമുണ്ടായി. അവസാനം നകുലൻ്റെ കോളറിൽ പിടിച്ചു, വലിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി. അതിനുശേഷമാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്താണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്നും എനിക്കറിയാം. ഇന്ദ്രജ പറഞ്ഞത് അഭിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അഭിയുടെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നാണ് അഭിയോട് ഇന്ദ്രജ പറഞ്ഞത്. പക്ഷേ അഭി പറഞ്ഞു, എന്താണെന്ന് നിങ്ങൾ ഇനി വളച്ചു കെട്ടേണ്ട കാര്യമില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന് ഞാൻ മുഴുവനായിട്ടും അറിഞ്ഞു. ജാനകി എന്നോട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്നും അഭി പറഞ്ഞു. മാത്രമല്ല ഇനി മേലാൽ ഈ ഹോസ്പിറ്റലിലോ ജാനകിയുടെ ജീവിതത്തിലോ നിങ്ങൾ വരാൻ പാടില്ല എന്ന് അഭി താക്കീത് നൽകി. പോകുന്നതിന് മുന്നേ തന്നെ നകുലിനെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഇനി മേലാൽ ജാനകിയുടെ കൺവട്ടത്ത് നിന്നെ കണ്ടാൽ പിന്നെ നീ ഇവിടെ നിന്ന് തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞ് ഒരു താക്കീത് നൽകിയിട്ടാണ് നകുലനെ അഭി പറഞ്ഞു വിട്ടത്. പക്ഷേ നകുലൻ എന്ന് പറയുമ്പോൾ ഒരു അടിയേറ്റ പാമ്പാണ്. ഒരു അടിയേറ്റ പാമ്പെന്ന് പറയുമ്പോൾ ആ പാമ്പ് എപ്പോൾ വേണോ ആ പാമ്പ് എന്നെ പത്തി മടക്കി അടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പാമ്പ് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ശത്രുതയുമായിട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നകുലനിട്ട് നല്ല തട്ടിയില്ല എന്നുണ്ടെങ്കിൽ നകുലൻ വീണ്ടും ശത്രുതയും കൊണ്ട് തിരിച്ചു വരും എന്ന് അഭി ഓർക്കുന്നില്ല. നകുലൻ വീട്ടിൽ ചെന്നു. ഇതിൻ്റെ പേരിൽ ഇന്ദ്രജയും നകുലനും വഴക്കായി. അപ്പോൾ ഇന്ദ്രജ പറയുന്നത്, ഇനി എന്തായാലും ഞാൻ തിരിച്ചു പോവുകയാണ്, ഇനി ഇവിടെ നിൽക്കുന്നില്ല, അവിടെ ബിസിനസ് എല്ലാം നടക്കുന്നുണ്ട്, അപ്പോൾ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്, നീയും വരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ ഒരിക്കലും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. മുമ്പ് ഇവിടെ ഒരു ബിസിനസ് നമുക്കുണ്ടായിരുന്നല്ലോ, പക്ഷേ അത് ഞാൻ കാരണമാണ് ആ ബിസിനസ് പൂട്ടിപ്പോയത്. എന്നാൽ ഇനി എന്തായാലും നമ്മളത് നടത്താൻ തീരുമാനിച്ചു, ഞാൻ തന്നെ ആ ഒരു ബിസിനസ് നോക്കിക്കോളാം, ഞാൻ ഒരു ശല്യം ഉണ്ടാക്കത്തില്ല, ആ ബിസിനസ് ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് ഇതേപോലെ ഇന്ദ്രജയോട് നകുലൻ പറഞ്ഞു. പക്ഷെ അത് പറ്റത്തില്ല, ഈ ബോർഡിലുള്ള ആൾക്കാരും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി ഒന്ന് സംസാരിച്ച് നോക്ക്, ഞാൻ കൃത്യമായിട്ട് എല്ലാം നോക്കിക്കോളാം, ഏട്ടത്തി എന്നെ കൈവിടരുത്, ഏട്ടത്തി ഒന്ന് സംസാരിച്ചിട്ട് എന്നോട് നാളെ പറയണമെന്നാണ് ഈ നകുലൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നകുലൻ ഈ നാട് വിട്ട് തിരികെ ബാംഗ്ലൂരിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെ നിൽക്കാനായിട്ട്, ഇവിടെ ബിസിനസ് നോക്കി നിൽക്കാനായിട്ടാണ് നകുലൻ്റെ തീരുമാനം. പക്ഷേ അത് ജാനകിയുടെയും അഭിയുടെയും ജീവിതം തകർക്കാനായിട്ടാണ് എന്ന് ഇന്ദ്രജയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രജ മാക്സിമം നകുലിനെയും കൊണ്ട് തിരികെ പോകാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അത് സാധിക്കത്തില്ല എന്ന് ഇന്ദ്രജയ്ക്കും മനസ്സിലായി.
എന്നാൽ ജാനകി എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരണം, പഴയതുപോലെ കൊണ്ടുവരണം എന്ന് അഭിക്ക് ആഗ്രഹമുണ്ട്. ഇതിനിടയിൽ മനയിൽ രാധാമണി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ കൊടുത്ത ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയും ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുകയും ചികിത്സയ്ക്ക് തയ്യാറാവുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളായപ്പോൾ മേഘ്ന തൻ്റെ വല്യച്ഛനാണല്ലോ അവിടുത്തെ തിരുമേനിയോട് കാര്യങ്ങൾ പറഞ്ഞു. അഭിയെ വിളിച്ച് പരാതി പറയാനായിട്ട് തിരുമേനി തീരുമാനിച്ചു. അപ്പോൾ ജാനകിയുടെ അവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് തിരുമേനി വിളിക്കുന്നത്. അങ്ങനെ മനയിൽ തിരുമേനിയാണെന്ന് അഭിക്ക് മനസ്സിലായി. സംസാരിച്ചപ്പോൾ രാധാമണി ഇവിടെ ഭയങ്കര ബഹളമാണെന്നും തൻ്റെ മകളെ കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നും എപ്പോഴും ഭക്ഷണം കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല, എപ്പോഴും വഴക്കും ബഹളവുമാണ്, ഇനി എന്തായാലും ഞങ്ങൾക്ക് രാധാമണി ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് തിരുമേനി പറഞ്ഞു. എന്നാൽ തൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണെന്നും ഈ ഒരു അവസ്ഥയിൽ ജാനകിയുടെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് അഭി പറഞ്ഞപ്പോൾ അത് കേൾക്കാനായിട്ട് തിരുമേനി തയ്യാറായിരുന്നില്ല. രാധാമണി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞ് തിരുമേനി കോൾ കട്ട് ചെയ്തു. അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ജെയിംസ് ഡോക്ടർ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്നും ജാനകി ചികിത്സിക്കാനായിട്ട് ഡോക്ടർ വന്നു. എന്നിട്ട് ജാനകിയുടെ ചികിത്സകൾ ആരംഭിക്കുകയാണ്. ജാനകി കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ, കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടെന്നും അഭിയോട് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ജാനകി കോമ സ്റ്റേജിലേക്ക് പോയിട്ടില്ല എന്ന് ഡോക്ടർ ഉറപ്പിച്ചത്. പക്ഷേ ആ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും ജാനകിയുടെ ചികിത്സകൾ തുടങ്ങുകയാണ്. ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ചികിത്സ തുടങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജാനകിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകണമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ജാനകിയുടെ ചികിത്സകൾ തുടങ്ങി. ഇതിനിടയിലാണ് നിരഞ്ജനയ്ക്ക് ഒരു കോൾ വരുന്നത്. നിരഞ്ജനെ ഈ ഒരു കേസിൽ രാധാമണിക്ക് ഇങ്ങനൊരു തമ്പി കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ 2 തെളിവുകളുണ്ടായിരുന്നു. ഒന്ന്, രാധാമണിയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഒരു മൊഴിയും പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയും. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് നിരഞ്ജനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ കേസിൽ ജയിക്കാനായിട്ടുള്ള ഒരു സുപ്രധാന തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ ഒരൊറ്റ മൊഴി മാത്രം മതി ഈ കേസിൽ നമ്മൾ വിജയിക്കാമെന്ന് നിരഞ്ജനയോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു. ആ ഒരു ആൾ വന്നാൽ തന്നെ രാധാമണിക്ക് രക്ഷ നേടാനും തമ്പിയെ പൂട്ടാനും സാധിക്കും എന്ന് നിരഞ്ജനയ്ക്ക് ഉറപ്പായി. അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? തമ്പിയെ പൂട്ടാനായിട്ടും രാധാമണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ടും നിരഞ്ജനയും എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഡോക്ടർ ഒരു സങ്കട വാർത്ത അഭിയോട് പറഞ്ഞത്. ജാനകി കോമ സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത അഭിയോട് ഡോക്ടർ പറഞ്ഞത്. അതോടുകൂടി അഭി തകർന്നിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെയും ബൈ.